ശരിക്കും ബിനോയ് നമ്പാല എന്താ പ്രൊനൗൺസ് ചെയ്യണത്? ബിനോയ് നമ്പാല അത് സ്ഥലപ്പേരാണ്. എൻ്റെ വീട്ടുപേരാ. ബിനോയ് നമ്പാല. ഓക്കെ. അപ്പോൾ വീട്ടുകാർക്കായിട്ട് എനിക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പേരെങ്കിലും കിടക്കട്ടെ. പേരെങ്കിലും കിടക്കട്ടെ. ശരി. നമ്മൾ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. അതുപോലെ കാസ്റ്റിംഗ് കോൾസ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്, പ്ലസ് ആക്ടർ. പ്ലസ് ആക്ടർ എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഇവിടെ ബ്രോ എന്ന് പറഞ്ഞപ്പോൾ ജിതിൻ പറഞ്ഞ ഇത് നമ്മുടെ ആടിൽ നമ്മുടെ കൊടുവല്ലി കൂട്ട് തന്നെ നിലക്കൊടുവലി, ആ ഒരു സാധനമാണ് മനസ്സിൽ. അറിയോ, ഈ മറ്റേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് യൂട്യൂബിൽ എൻ്റെ ക്ലിപ്പ് കിടപ്പുണ്ടാവും. അപ്പോൾ 10 മിനിറ്റിൻ്റെ ക്ലിപ്പ് എടുത്തിടും, എന്നിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഫൺ ഇതാണല്ലോ ഇടണേ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഇതാ ആ സീനുണ്ടല്ലോ, സർബർ ഷമീരൊക്കെ അവിടെ വന്നിരിക്കുന്നത്, ആ സംഭവം അത് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഇതാണ്. കുറേ സിനിമ എനിക്ക് 30 കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ റെക്കഗ്നൈസേഷൻ കിട്ടിയ പരിപാടി ഏതായിരുന്നു? എല്ലാ സിനിമയും എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഐ മീൻ സിനിമ നടൻ, സിനിമ നടനല്ലേ എന്നുള്ള സാധനം വരില്ലേ? അങ്ങനെ പറയുമ്പോൾ ഇന്ത്യൻ റുപ്പിയില്ലേ? പക്ഷെ നിങ്ങൾ എന്നെ എപ്പോഴും മറ്റേ ഇതിനകത്ത് ഇതാണ് സിനിമ. എന്നെ ചിലപ്പം ആൾക്കാർ ചോദിക്കും, മറ്റേ സോൾട്ട് ആൻഡ് പെപ്പറുള്ള മറ്റേ കുട്ടി തുണി ഇല്ലാണ്ട് നിൽക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കും. ഞാൻ ത്രൂ ഔട്ട് വേഷത്തിൽ അഭിനയിച്ച മമ്മൂക്കൻ്റെ പടമുണ്ട്, ഫേസ് ടു ഫേസ്. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ അതിനെ കുറിച്ച്? അതാണ് സിനിമ. ബേസിക്കലി സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഷോട്ടിൽ അഭിനയിച്ചാൽ മതി. അത് പ്രേക്ഷകന്റെ ഉള്ളിൽ തട്ടുന്നുണ്ടെങ്കിൽ അത്രയും മതി. ഇത് തന്നെയാണ് ഞാൻ കാസ്റ്റിങ്ങിലും യൂസ് ചെയ്യുന്ന പോളിസി. സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങളില്ല, ചെറിയ നടന്മാരേ ഉള്ളൂ. അപ്പം ഞാനൊരു നായികേനെ കാസ്റ്റ് ചെയ്താലും സൈഡിലൂടെ പോണ ഒരാളെ കാസ്റ്റ് ചെയ്താലും രണ്ടിനും ഓരോ ഇമ്പോർട്ടൻസാണ് സിനിമയ്ക്കകത്ത്. അത് തന്നെയാണ് ഇപ്പം നിങ്ങൾ എന്നെ തിരിച്ചറിയാൻ യൂസ് ചെയ്ത ആടിലാക്കി. അതെ. ഇപ്പം ലാസ്റ്റ് അഭിനയിച്ചതും കാസ്റ്റ് ചെയ്തതും പ്രിൻസ് അല്ലേ ഇറങ്ങിയത്? അല്ല, അതിനുശേഷം ഒരു സിനിമ ഇറങ്ങി, 916 കുഞ്ഞൂട്ടൻ. കഴിഞ്ഞ ആഴ്ച അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. പ്രിൻസില് മറ്റേ യൂട്യൂബ് സാവിയോ എന്തായിരുന്നു ആർമിയുടെ പേര്? ചിഞ്ചു ആർമി. അത് ഭയങ്കര ഒരു വേറെ ലുക്കാ, മുടിയൊക്കെ കളർ ചെയ്തിട്ട്. ആ സമയത്ത് തോന്നിയൊരു ഞാൻ മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, മുടി വളർത്തി വെറുതെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അതിൻ്റെ സംവിധായകനും ഡയറക്ടർക്കും എന്നാൽ നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കഥാപാത്രങ്ങളെ സേഫ് ആക്കാം, നമുക്ക് അഭിനയിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഞാൻ ചെയ്ത സിനിമകളിൽ എത്ര സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന്. വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ നമുക്ക് സ്വയം ജഡ്ജ് ചെയ്യാൻ. പ്രിൻസിന്റെ കാസ്റ്റിംഗ് പ്രോസസ് എത്ര നാളത്തെ ആയിരുന്നു? പ്രിൻസിന്റെ കാസ്റ്റിംഗ് പ്രോസസ്സാണ് ഞാൻ ഇതുവരെ ചെയ്ത സിനിമയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്തത്. വിത്ത് നായിക 1 മാസം. അപ്പോൾ ഇവര് ഈ പ്രോസസ് മാർച്ച് 1 തുടങ്ങി, മാർച്ച് 29 ഞാൻ അതിൻ്റെ ക്യാരക്ടർ ട്രെയിനിങ് വർക്ക്ഷോപ്പ് നടത്തി എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുത്തു. അതിനകത്തുള്ള കംപ്ലീറ്റ് കാസ്റ്റിംഗും ഇത് തന്നെയല്ലേ? നായിക ഉൾപ്പെടെ എല്ലാവരും? നായിക എനിക്ക് തോന്നുന്നു ഒരു 22 ഈ നായികയെ കുറിച്ച് സംസാരിക്കുന്നത്. നമുക്കൊരു നായിക വേണം. ഇതുവരെ നമ്മൾ അതിനകത്തേക്ക് പല നായികമാരെയും, സിനിമയ്ക്ക് അകത്തുള്ള പല നായികമാരെയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു ഹീറോയിൻ ഓറിയന്റഡ് സിനിമയാണല്ലോ. അതിൽ നിന്ന് മാറുന്നത് എനിക്ക് തോന്നുന്നു 20 ശേഷം. അപ്പോൾ 22 നമുക്കൊരു പുതിയ നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കും. 27 നായിക കൺഫേം ആയി. ഞാൻ വേറെ ഡൗട്ട് ചോദിക്കട്ടെ. അതായത് ഇപ്പം ഒരാളെ കാസ്റ്റ് ചെയ്തു, ഇപ്പം കാസ്റ്റ് ചെയ്യുമല്ല, നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടറും കൂടെ ഇരുന്ന് സംസാരിക്കുമല്ലോ, ആരെയാണ് ഫൈനലൈസ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ പ്രോസസ്സിൽ ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 അഭിപ്രായം വന്നെന്ന് വിചാരിച്ചു, എങ്ങനെ സോർട്ട് ആവും? നമ്മൾ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്. സിനിമയുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് സ്പോർട്സ് 100 മീറ്റർ ഓട്ട മത്സരം, നമുക്കൊരു കയറിങ്ങനെ പിടിച്ചിട്ട് ആദ്യം എത്തുന്നയാളാണ് 1ാം സമ്മാനം കിട്ടുന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ആർട്ടിൽ അത് പറ്റൂല. ഞാൻ ഇന്ന് കാണുന്ന ഒരു സാധനം ഞാൻ നാളെ കണ്ടാലും നാളത്തെ വിലയിരുത്തലും ഇന്നത്തെ വിലയിരുത്തലും രണ്ടും രണ്ടായിരിക്കും. നമ്മളെ മൈൻഡ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കും. ഇത് തന്നെയാണ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും തമ്മിൽ ഇരിക്കുമ്പോഴും സംഭവിക്കുന്നത്. പക്ഷെ മാക്സിമം ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ച് റൈറ്ററുടെയും ഡയറക്ടറുടെയും മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കലാണ് എൻ്റെ ആദ്യത്തെ പണി.
സ്ക്രിപ്റ്റ് വായിച്ച് പിന്നെ ഇവരോട് പേഴ്സണലി സംസാരിക്കും ഇതിന്. പിന്നെ നമ്മൾ ചിലപ്പം ഓപ്പോസിറ്റ് കാസ്റ്റിംഗ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മനസ്സിലായില്ല. ഓപ്പോസിറ്റ് നമ്മൾ ഇപ്പം വില്ലൻ, നിങ്ങളെ മനസ്സിൽ വില്ലൻ എങ്ങനത്തെ ഒന്ന് പറഞ്ഞേ. വില്ലൻ സിനിമ ഡിപ്പെൻഡന്റ് ആണ്, കഥ ഡിപ്പെൻഡന്റാ. പറഞ്ഞോ. എന്നാലും കുറച്ച് സൈക്കോത്തരവും കുറച്ച് ദേഷ്യവും, പൊടിക്ക് ഈഗോ വർക്കൗട്ട് ആവുന്ന ആള്. ഫിസിക്കലി കുറച്ച് സ്ട്രോങ് ആയിരിക്കും. എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ ഇടിച്ചിടാൻ പറ്റുന്ന. ഇപ്പം നമ്മളെ മലയാള സിനിമയിലെ വില്ലൻ എന്ന് പറഞ്ഞാൽ, വില്ലൻ വെച്ചാൽ ഒരു മുടിയൊക്കെ വളർത്തി താടികൾ വലിയ സൈസുള്ള. നിങ്ങൾ ജീവിതത്തിൽ ഇപ്പം നമ്മൾ കാണുന്ന വില്ലന്മാർ എങ്ങനെയുള്ള വില്ലന്മാരാ? പേരൊന്നും ഞാൻ പറയണില്ല. വേറൊരു കേസുണ്ട്, ഒറിജിനൽ ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാ? എന്നെക്കാളും ശോഷിച്ച ആൾക്കാരാണ്. ശരിയാ. അതെ അതെ അതെ, പണിക്കകത്ത് കറക്റ്റാ. ശരിയാ. ആ സിനിമ വിട്, ലോകത്തില് നാട്ടില് ശരിയാ അല്ലേ? അതെ അതെ. പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് പേര്. അവരുടെ ഡ്രസ് എങ്ങനത്തെയാ? കീറിയ ജീൻസും ഇതൊക്കെയാണ് അവരുടെ. കഴുത്തിൽ 5-8 മാലയൊക്കെ ഇട്ട് തെലുങ്ക് കാണും, ഇവിടെ അല്ല അല്ലേ? അല്ല. അതില് അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ റിയാലിറ്റി അല്ലേ? അതെ. സിനിമയിലേക്ക് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. മനസ്സിലായി. ശരിയാ. ഇത് ലോകം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ഈ മോഡൽ അല്ലെങ്കിൽ ഇതിന്റെ രൂപം എല്ലാം മാറും. നായകന്റെ സങ്കല്പങ്ങൾ മാറിയില്ലേ, രൂപം മാറിയില്ലേ, ഭാവം മാറിയില്ലേ അല്ലേ? നമ്മൾ നായകൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന കഥ മാറി അല്ലേ? ശുഭ പര്യവസായി ആയ സിനിമകൾ മാത്രമല്ല ഇപ്പൊ ഒരു നായകൻ ചെയ്യുന്നേ അല്ലേ? ശരിയാ. സീരീസിലൊക്കെ 2-3 എൻഡില്ലേ, ടൈലൻഡില്ലേ? നമുക്ക് ചൂസ് ചെയ്യാം ഏതാ വേണ്ടത് അല്ലേ? നമുക്ക് ഇഷ്ടത്തിന് എന്നാ എനിക്ക് ഇത് മതി. നമ്മൾ ബട്ടൺ അമർത്തിയാ നമുക്ക് ആ എൻഡാ വരുന്നേ. അതൊക്കെ വന്നിട്ട് കാലങ്ങൾ കുറെ ആയിട്ടോ. ഇപ്പം നമുക്ക് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നുണ്ടല്ലോ. ഇപ്പം കാസ്റ്റിംഗ് കോൾ കാണുമ്പോൾ അപ്ലൈ ചെയ്യുന്നു, ഞാനും അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം അങ്ങനെ നടക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാനുണ്ടോ? അങ്ങനെ ഒരു ടിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അല്ല അങ്ങനെയല്ല. ഇപ്പൊ ബ്രോ ഇത്രയും പടങ്ങൾ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, സിനിമ അഭിനയിച്ചിട്ടുമുണ്ട്, ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് എന്ന് വേണ്ട, എന്തെങ്കിലും ഒരു സജഷനോ? ടിപ്പ് എന്ന് പറഞ്ഞാല് നമുക്കിവിടെ മലയാളം ചെറിയൊരു ഇൻഡസ്ട്രിയാണ് അല്ലേ? മലയാളം സിനിമ എന്ന് പറഞ്ഞാൽ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന അത്രയും ചെറിയൊരു ഇൻഡസ്ട്രിയിലാണ്. അപ്പം അഭിനയിക്കാനാണ് ഇതിനകത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അഭിനയമോഹം, അത് സീരിയസ് ആയിട്ട് കാണുന്നവരുണ്ട്, ഒരു കൗതുകത്തിന് കാണുന്നവരുണ്ട്, എല്ലാ വഴിയൂടെ പോകുമ്പോൾ എന്നാ ഒന്ന് അഭിനയിച്ച് കളയാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പല അവരൊക്കെ അത് ഷെയർ ചെയ്യാറുണ്ട്, പല രീതിയിലും അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ കാസ്റ്റിംഗ് കോൾസ് എന്ന് പറഞ്ഞിട്ട് പണ്ട് ഇവിടെ ശീലം ഉണ്ടായിരുന്നില്ല. പണ്ട് ശീലം ഉണ്ടായിരുന്ന കാസ്റ്റിംഗ് കോൾസ് ചിലപ്പോൾ ആ കമ്പനിയുടെ പേരൊന്ന് പബ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു, അത് ഗൗനിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാരും അത് കാസ്റ്റിംഗ് കോളിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ, അത് അവർ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. മിനിമം ഞാൻ കാസ്റ്റിംഗ് കോൾ ഇടാൻ ഉള്ള ഒരു പ്രധാന കാരണം, ഞാൻ എല്ലാവരോടും പറയുന്ന കാസ്റ്റിംഗ് കോളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഞാനൊരു കാസ്റ്റിംഗ് കോൾ ഇട്ട് ആ കാസ്റ്റിംഗ് കോൾ ആ സിനിമ കഴിയുന്നവരെ ഞാൻ യൂസ് ചെയ്യും. ആ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയെ അല്ലെങ്കിൽ ആ സിനിമയുടെ ഡയറക്ടറിനെ റൈറ്ററിനെയൊക്കെ ഡിമാൻഡ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു കാസ്റ്റിംഗ് കോൾ പോണേ. അപ്പോൾ അവരെ വിശ്വസിച്ചിട്ടും കൂടെ ആണല്ലോ എന്നെപ്പോലത്തെ അല്ലെങ്കിൽ എക്സറോ ആരായാലും ഈ സിനിമ അന്വേഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എടുക്കാവുന്നതിൻ്റെ അവസാനത്തെ ആളെ വരെ കാസ്റ്റിംഗ് കോളിൽ നിന്ന് എടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. അതിനകത്ത് നിന്ന് പുറത്തുനിന്ന് എടുക്കേണ്ട ആൾക്കാരുണ്ടാവാം, ഉണ്ട്. ബേസിക്കലി എൻ്റെ സുഹൃത്തുക്കൾ വിളിക്കുന്നത് ചായക്കടയിൽ വെച്ച് കാസ്റ്റ് ചെയ്യുന്നവനാ. സത്യമാണത്. ചായക്കടയിൽ വെച്ചിട്ടും ഞാൻ കാസ്റ്റ് ചെയ്യാറുണ്ട്, ഞാൻ പുറത്ത് പോയിട്ട് കാസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കലും ഇപ്പോൾ എറണാകുളം പോലത്തെ ഒരു സിറ്റിക്കകത്ത് മാത്രം ഇരുന്ന് കാസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല, എറണാകുളത്ത് ജീവിക്കുന്നയാളല്ല, എൻ്റെ ജോലി സംബന്ധമായിട്ട് മാത്രം എറണാകുളത്ത് വന്നു പോകുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു കാരണം, കാസ്റ്റിംഗ് കോൾസ് മുഴുവനും വരുന്നത് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. ഇൻസ്റ്റാഗ്രാം. ഞാനും എല്ലാവരോടും പറയാറുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേജിൽ വരും, അല്ലെങ്കിൽ ഇതിനകത്തുള്ള മെയിൻ ആക്ടറിൻ്റെ ഡയറക്ടറിൻ്റെ പേജിൽ, അങ്ങനെ തന്നെയാണത് വരുന്നത്. ഇതിനകത്തൊരു
ഏജ് കാറ്റഗറിക്ക് അപ്പുറത്തേക്കുള്ള ആൾക്കാർ ഒരിക്കലും ഇത് അറിയുന്ന പോലും ഇല്ല. ഇല്ല. സിനിമയിൽ 30 വയസ്സ് വരെയുള്ള ആൾക്കാർ അഭിനയിച്ചാൽ പോരല്ലോ. അതെ, മനസ്സിലായി, ശരിയാ. അപ്പൊ ഇവരെ നമുക്ക് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങണം. ഞാൻ ഇവരെ വീട്ടിൽ പോയി ഓഡിഷൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിൽ പോയി ഓഡിഷൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പല ആൾക്കാരെയും അന്വേഷിച്ച് കണ്ടെത്തി എവിടെയാണോ അവരെ വീട്ടിൽ പോയി വണ്ടി എടുത്ത് പോയി അവിടെ ക്യാമറയൊക്കെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് സംസാരിച്ച് 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇരുന്ന് ചർച്ച ചെയ്ത് 2-3 ദിവസം ഇരുന്ന് സംസാരിച്ചിട്ട് കാസ്റ്റ് ചെയ്ത ആളുണ്ട്. തൊട്ടപ്പല്ലം മരിച്ചുപോയി, അബൂക്ക, ആ പ്രായമുള്ള ചേട്ടൻ. പുള്ളിക്ക് ചെവിയൊക്കെ, പുള്ളിയുടെ വീട്ടിൽ, പുള്ളി ഫോട്ടോ കൊച്ചിക്കാരനാണ്. പുള്ളിയുടെ വീട്ടിൽ 2-3 ദിവസം പോയി. പുള്ളി ഒന്ന് അഭിനയിക്കുമെന്ന് ചോദിക്കാൻ എനിക്ക് പേടിയായിരുന്നു. അവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്, ഡ്രാമ ആർട്ടിസ്റ്റൊക്കെയാണ്. 3-ാമത്തെ ദിവസം ഞാൻ പുള്ളിയോട് സംസാരിക്കുന്നത്, ചേട്ടാ ഒന്ന് വന്ന് അഭിനയിക്കുമോ എന്ന്. പുള്ളി എന്നെ ഫിറ്റായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പല ആൾക്കാരും, ഒരു 40 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാരൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ ഈ കാര്യത്തിൻ്റെ ഇടയിലൊരു കാര്യം പറയാം. ഇന്നലെ എൻ്റെ നാട്ടിൽ ഈ പള്ളി യൂണിറ്റ് വാർഷികമാണ്. അപ്പോൾ യൂണിറ്റ് വാർഷികത്തിൽ ബേസിക്കലി ഒരു വീട്ടിലാണല്ലോ വാർഷികം നടക്കുന്നത്. അപ്പോൾ ആ യൂണിറ്റിലുള്ള വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ചെന്നു കലാപരിപാടി കാണാൻ വേണ്ടി ചെന്നതാണ്. അപ്പം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി എല്ലാ കൊല്ലവും നാടകത്തിലൊരു ക്യാരക്ടർ ചെയ്യും. നാടകം മറ്റേ റെക്കോർഡഡ് വോയിസ് ഇട്ടിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഭയങ്കര പെർഫെക്റ്റായിട്ട് ആ ലിപ്സിങ്ക് ചെയ്ത് സാധനം ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ അമ്മച്ചിക്ക് 10-55 വയസ്സായി. പക്ഷേ ഇപ്പോഴും ആ സ്പിരിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ബാക്കിയുള്ളവരും തമാശയ്ക്ക് ഇങ്ങനെ ആ ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ഈ അമ്മച്ചി ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു പാഷൻ ഫോളോ ചെയ്ത് ജസ്റ്റ് ആ പള്ളിയിലെ പരിപാടി നാടകത്തിന് മാത്രമേ ഞാൻ കയറി കണ്ടിട്ടുള്ളൂ. പക്ഷെ അവർക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര സന്തോഷങ്ങളായിരിക്കും. ഉറപ്പായിട്ടും അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നേ. ഞാൻ അങ്ങനത്തെ അമ്മച്ചിമാരെയൊക്കെ ഞാൻ അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മറിയ ചേച്ചി എന്നൊരു ചേച്ചി, സുൽത്താൻ ബത്തേരി കരുവള്ളിക്കുന്നുള്ളതാണ് ചേച്ചി. എനിക്ക് 80+ ഉണ്ട് ചേച്ചി. എനിക്ക് പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞൊരു സിനിമ, സിജു വിൽസൺ ആക്ട് ചെയ്ത പടത്തിനകത്ത് ഒരു ഭയങ്കര പ്രായമുള്ളൊരു ചേച്ചി വേണമായിരുന്നു. വിഷബാധയൊക്കെ ഒഴിപ്പിക്കുന്നൊരു ചേച്ചി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ, എനിക്ക് അത്യാവശ്യം ബന്ധങ്ങളുള്ള സ്ഥലമാണ് ഈ ആ ഏരിയ ഒക്കെ, ബത്തേരിയും കരുവള്ളിക്കുന്നൊക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് ഈ ചേച്ചിയും ചേച്ചിയുടെ മകളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ആ ചേച്ചി ഓക്കെ ആയിരുന്നു, അഭിനയിച്ചിട്ടുള്ള ജീവിതത്തിൽ. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ ആ ചേച്ചിയെ 2-3 ദിവസം അടുപ്പിച്ച് എൻ്റെ അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവനും കൂട്ടി ഇവിടെ പോയിരിക്കും. ചേച്ചിക്ക് ഓറഞ്ചൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത്, ഭയങ്കര പ്രായമുള്ള ചേച്ചിയാണ്. അങ്ങനെ ചേച്ചിയായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലായി 2-3 ദിവസം കൊണ്ട്. എന്നിട്ട് ഞാൻ എന്നെ ചേച്ചി നമുക്കൊന്ന് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് സിനിമയുടെയൊക്കെയാണ്, ചേച്ചി നമുക്കൊന്ന് പോയിട്ട് വരാം. എൻ്റെ ഫ്രണ്ടും ഞാനും കൂടെ ചേച്ചിയെ ഒരു ദിവസം ലൊക്കേഷനിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ഞാൻ അവിടെ എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനൊരു ചേച്ചി വരും, നിങ്ങൾ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ ഇടപെടണം, പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ കെയർ കൊടുക്കണം. 80+. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എല്ലാവരും അവരൊറ്റയ്ക്ക് ഒരു വീട്ടിലിരിക്കുകയാണ്, അവർ മോളും മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം, എല്ലാവരും വന്ന് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാൻ ഷൂട്ടിന് കൊണ്ടുപോയി ഞാൻ തന്നെ. അപ്പം അവർക്ക് വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും കൊണ്ടുപോയാലും തിരിച്ചു കൊണ്ടുവന്ന പ്രശ്നമാണ്. ഞാൻ തന്നെ എൻ്റെ കാറെടുത്ത് അവരെ വീട്ടിൽ പോകും, അവരെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി ഷൂട്ട് ചെയ്യും, തിരിച്ചു കൊണ്ടുവിടും. അങ്ങനത്തെ ആൾക്കാരെ കിട്ടാൻ നമുക്ക് അങ്ങനെ പറ്റൂ. അവരൊന്നും നമ്മൾ പറയുന്ന ഒരു കാസ്റ്റിംഗ് കോൾ കിട്ടില്ല. അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പേര്. എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രായമുള്ള, ഞാൻ മലയാളി ഫ്രം ഇന്ത്യയിലൊരു ചേച്ചിയെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അതിനകത്തുള്ള അപ്പം ഇത് മെയിൻ ക്യാരക്ടർ അവരെ ഞാൻ അവരെ വീട്ടിൽ പോയിട്ടാണ് അവർക്ക് വേണ്ടി ഞാൻ കുറേ ഇങ്ങനെ, ആ ചേച്ചിയുടെ ഒരു ഫോട്ടോ മാത്രമേ, ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി ഞാൻ അങ്ങനെ അവരെ മുഖം കറക്റ്റ് അതുമായിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഒരു വാടക വീട്ടിൽ അവർ താമസിക്കുന്നത്. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോയി, അവരുടെ വീട്ടിൽ നിന്നാണ് ഓഡിഷൻ ചെയ്തത്. വീട്ടിൽ നിന്ന് ഒരു പഴയ KT മുഹമ്മദിൻ്റെ ഒക്കെ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചി, നാടകമൊന്നുമില്ലാണ്ട് വീട്ടിലൊതുങ്ങി കഴിയുന്നത്. ഓക്കെ ബ്രോ, ബേസിക്കലി നാടകം ആർട്ടിസ്റ്റ് ആണോ? നാടകമാണ് പഠിച്ചത്. ഓക്കെ. MA തിയേറ്ററാണ് പഠിച്ചത്, കാലടി യൂണിവേഴ്സിറ്റി. ഓക്കെ. പിന്നെ MPhilം പെർഫോമിംഗ് ആർട്സ് തന്നെയാണ് MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിൽ. ഇപ്പോൾ ഇങ്ങനെ PhD എന്നൊക്കെ പറഞ്ഞ് റിയലിസ്റ്റിക് ആക്ടിങ് കാലടിയിൽ ഗോപൻ ചിദംബരൻ ആണ് എൻ്റെ ഗൈഡ്. ഓക്കെ. ഇപ്പം ഞാൻ വേറെ കേസ് ചോദിച്ചോട്ടെ, പഴയ ഒരു
പണ്ട് സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സിനിമാ നടനാവുക എന്ന് പറയുന്നത് ഒരു നാട്ടിലൊരു ഞാൻ ആ ജോലിക്കൊന്നും പോകണില്ല, ഞാൻ ഇത് പത്രം പഠിക്കണുള്ളൂ, പണ്ടത്തെ ഇന്ന നടൻ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തേക്ക് മതി, സിനിമ നടനാവ് എന്തിനാ പഠിക്കണേ എന്നൊക്കെ ചോദിച്ചൊരു കാലഘട്ടമുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും പഴയ ഒരു കാലഘട്ടവും തമ്മിൽ നോക്കുമ്പോൾ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്? സിനിമ അഭിനയം മോഹിച്ച് വരുന്നവരോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എല്ലാവരും പഠിക്കാൻ തയ്യാറാണ്, വെറുതെ ഒന്നും ആരും എവിടെയും പോകാൻ തയ്യാറല്ല. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ഇങ്ങനെ ഇപ്പോൾ പോകുന്ന കാലഘട്ടം അങ്ങനെയാണ്, എല്ലാവരും പ്രൊഫഷണൽ ആവാൻ തയ്യാറെടുത്തുള്ള മാസ്റ്റേഴ്സ് ആവുക എന്നുള്ള. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ ചെയ്യുന്ന പണിയിൽ നമ്മൾ മാസ്റ്റേഴ്സ് ആവണം. അത് ആയോ എന്നുള്ളതല്ല, നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിപ്പോഴും നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഞാനൊരു ചെറിയ സിനിമയിലും ഞാൻ ഇത്രയും സിനിമകളിൽ അഭിനയിക്കാൻ പോയിട്ട് ഞാൻ ട്രാൻസിൽ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ട്രാൻസിൽ കാണാൻ പറ്റില്ല, പക്ഷെ ഞാനത് അഭിനയിച്ചിട്ടുണ്ട്. ഒറ്റ ഡയലോഗ് പോലും ഇല്ല, ഒരു ഡയലോഗും ഇല്ല. പക്ഷെ ഇതെൻ്റെ ജോലിയാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എന്നെ ഒരു സീനിൽ വിളിച്ചാലും ഞാൻ വന്ന് അഭിനയിക്കും. എനിക്കത് ക്ലിയർ ആവണം, എന്തിനാ ഞാൻ അഭിനയിക്കേണ്ട ആവശ്യമുണ്ടോ. ഓക്കെ. ഞാൻ ത്രൂ ഔട്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മളെ മമ്മൂക്കാൻ്റെ കൂടെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കാൻ്റെ കൂടെ മേജർ ക്യാരക്ടറായിട്ട് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് സിനിമയിൽ അങ്ങനെ ഇല്ല. സിനിമയിൽ ഒരു കുഞ്ഞു കഥാപാത്രമാണെങ്കിലും ഒരു വലിയ കഥാപാത്രം ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണം ആ സിനിമയ്ക്കകത്ത്. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാനത് വയലിൻ വായിക്കുന്നൊരു ഒരു വലിയ ടീമിൻ്റെ കൂടെ വയലിൻ വായിക്കുന്നുണ്ട്. ദിലീഷ് പോത്തൻ എന്തോ ഒരു സാധനം ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ബ്ലൂടൂത്തിലൊരു കാര്യം, ഡയലോഗൊന്നും വരില്ല അതിനുവേണ്ടി. പക്ഷെ ഞാൻ 3-4 ദിവസം ഈ വയലിൻ അവിടെ നിന്ന് ട്രെയിൻ ചെയ്തു. കാരണം അവരിട്ട മ്യൂസിക്കിന് കറക്റ്റായിട്ട് ഇതിൻ്റെ കൈയൊക്കെ പോകണമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നല്ലോ. കൂട്ടത്തിൽ മാറിക്കാനും പറ്റില്ല. അതാണ് എന്നെ, അതൊരു സീരിയസ് ആയിട്ട് അവർ ചെയ്ത്. അമ്പൂക്ക് അത് ചെയ്തത്, അമ്പൂക്ക് എന്നെ വിളിച്ചിട്ട് ബിനോയ് നീ ഒന്ന് വന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ പുള്ളി അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല, പുള്ളിയുടെ സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ചു, ഞാൻ ഹാപ്പിയാണ് അതിനകത്ത്. ഇപ്പോൾ ഞാൻ കാസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ഡയലോഗ് ഉണ്ടോ. ഞാൻ പറഞ്ഞു ഡയലോഗ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാൽ ഞങ്ങൾ ക്യാരക്ടർ പരിപാടി ചെയ്യുന്നതിന്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എനിക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റാറില്ല പലപ്പോഴും. പല ആളുകളുടെയും വിചാരം ഈ ആക്ഷൻ റിയാക്ഷൻ ആണല്ലോ ആക്ടിങ്ങിൻ്റെ ഒരു പൊതുവായിട്ടുള്ളൊരു പരിപാടി. ഡയലോഗ് പറയുന്നതാണ് ആക്ഷൻ. ഇത് ഡയലോഗ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ഇല്ല എന്നുള്ള. റിയാക്ഷൻ എന്നുള്ള സാധനത്തിനെ കുറിച്ച് ഇവർക്ക് ആർക്കും ഒരു ആലോചിക്കുന്നില്ല. എല്ലാ ആക്ടേഴ്സും ഉണ്ടായിട്ടുള്ള റിയാക്ഷനില്ല. നമ്മൾ ഏറ്റവും മികച്ച ഒരു നടൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിലയിരുത്തുന്നത് അയാളുടെ റിയാക്ഷൻ ആയിരിക്കും. ശരിയാ, അയാൾ ഡയലോഗ് പറയുന്നതായിരിക്കില്ല. ജഗതിയുടെ ഇത് ശരിയാ. ഡയലോഗ് എന്ന് പറഞ്ഞ ഒരു ടൂളാ അല്ലേ. എന്നിട്ട് ആ ഡയലോഗ് പഠിച്ച് പറയുന്നത് ഒരു സാധനം നമുക്ക് കിട്ടി. മറ്റേതൊന്നുമില്ല. റിയാക്ഷൻ നിങ്ങൾ പറയുമ്പോൾ, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങളിടുന്ന റിയാക്ഷൻ നിങ്ങൾക്ക് സിനിമയിലിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മികച്ച നടനാ. ഇത് പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. മനസ്സിലായി. പഠിപ്പിക്കാൻ പറ്റുമോ? റിയലിസം എന്ന് പറഞ്ഞ സാധനം പഠിപ്പിക്കൽ എളുപ്പമല്ല. പക്ഷേ ആക്ടിങ് പ്രൊഫഷണലി പഠിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. അപ്പം പല സീനിയർ ആക്ടേഴ്സും പറയും എന്തിനാ പഠിക്കാൻ പോണേ, എൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങളൊന്നും, അവരെ കയ്യിൽ 100 പടത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഒരു പടം പോലെ എക്സ്പീരിയൻസ് അല്ലാത്തൊരുത്തന്നെ ഇത് പഠിച്ചിട്ട് തന്നെ വരണം. അപ്പോഴും അവരുടെ കൂടെ എത്തില്ല അല്ലേ. പഠിക്കേണ്ട ആവശ്യമുണ്ട്. ടെക്നിക്കലി പഠിക്കണം. വെറുതെ മറ്റേ തിയേറ്റർ എക്സർസൈസോ ആക്ടിങ് ഗെയിംസോ പഠിച്ചിട്ട് കാര്യമില്ല. ടെക്നിക്കലി എന്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ, എന്താണ് എൻ്റെ ലെൻസ് എന്താണ് ഫ്രെയിം എത്ര വരും, ഇതിൻ്റെ ഓരോ ലെൻസിൻ്റെ സൈസിനനുസരിച്ച് എത്രത്തോളം നമ്മുടെ ആംഗിൾ നമ്മൾ എത്ര വരും, നമ്മളെ കൈ എത്ര പുറത്തേക്ക് എടുക്കാൻ ഇതാ പഠിക്കേണ്ടത്. ഇതിനകത്ത് വെച്ചാൽ നമ്മളെ ഫ്രെയിം ചെയ്യല്ലേ ചെയ്യുന്നത്. അവിടെ നമ്മൾ വാരി വലിച്ച് അഭിനയിച്ചിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ പഠിച്ച എല്ലാ തിയറികളും ഫ്ലോപ്പ് ആവും. നമ്മൾ പഠിക്കുന്നത് ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഇപ്പം നമ്മൾ ഇരിക്കുന്ന പോലെ വളരെ സേഫായ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നായിരിക്കും നമ്മൾ ഈ ട്രെയിനിങ് സിസ്റ്റം പഠിക്കുന്നത് അല്ലേ.
പഠിച്ചിട്ട് നമ്മൾ പോണത് ബസ് സ്റ്റാൻഡിൽ ബസ് ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. 1 മിനിറ്റ് കൊണ്ട് ഷൂട്ട്. മോനെ റെഡി അല്ലേ, ഓക്കെ അല്ലേ, നീ ഇവിടെ നോക്കി മറ്റേ ഡയലോഗ് പറഞ്ഞോ, ഓക്കെ അല്ലേ, എല്ലാം റെഡി, ബസ് ബ്ലോക്ക് ചെയ്തിരിക്കാൻ ഡയലോഗ് ഓർമ്മണ്ടല്ലോ, ഫോക്കസ് ഇവിടെ മറ്റേതാണ്, ബൾബാവും. അതെ, കറക്റ്റാ. പ്രത്യേകിച്ച് ആദ്യമായിട്ടും കൂടെ അഭിനയിക്കുന്ന ആളാണെങ്കിൽ. പക്ഷേ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതാണ്, ഇന്ന ഫ്രെയിമിൽ നമ്മളെ ബോഡി എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. വിത്ത് അതിൻ്റെ കൂടെ ആക്ടിങ്, എന്നതിൻ്റെ മോഡുലേഷൻ, ഡബ്ബിങ് മോഡുലേഷൻ എല്ലാം പഠിക്കണം. പഠിക്കേണ്ട കാര്യം തന്നെയാണ്, എല്ലാവരും പഠിക്കുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നത് വളരെ നല്ലതാണല്ലോ. പക്ഷെ ഇപ്പോൾ പറഞ്ഞ സംഭവം എങ്ങനെ പഠിക്കാൻ പറ്റും? ഏതാ? ഞാൻ അതാ ആലോചിച്ചത്. ബസ് ബ്ലോക്ക് ചെയ്തു, ബസ് ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ശരിക്കും ഷൂട്ടിംഗ് സെറ്റിൽ അങ്ങനെ ആയിരിക്കുമല്ലോ നടക്കുന്നത്. ഇത് പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. പഠിക്കാൻ പറ്റുമോ? അതെ, അതുകൊണ്ടാണ് സിനിമയിൽ ഇതൊന്നും പഠിക്കാത്ത ആൾക്കാർ വന്നിട്ടും സിനിമയിൽ പുല്ലുപോലെ അഭിനയിച്ചിട്ട് പോകണം. അവരെന്തോ ഒരു സാധനം അവർ പഠിച്ചിട്ടുണ്ടല്ലോ. അവർ ജീവിതത്തിൽ പുറത്തിറങ്ങി നടന്നിട്ടുണ്ട്. റേഷൻ പീടികയിൽ പോയി അരി മേടിച്ചിട്ടുണ്ടാവും, പലചരക്ക് ഇവിടെ കടയിൽ പോയി സാധനം മേടിച്ചിട്ടുണ്ടാവും, മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ലൈഫ് എക്സ്പീരിയൻസ് സിനിമ അതല്ലേ, സിനിമ അതല്ലേ. നമ്മുടെ അടുത്ത് വരുന്ന പല ആൾക്കാരും പലപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പം ഒരേപോലെ ഇരിക്കും എല്ലാവരും. അപ്പോൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒരു 30 വയസ്സിന് താഴേക്കുള്ള ആൾക്കാരാണ് ഒരുപോലെ. ഇപ്പോൾ ആണുങ്ങളെല്ലാവരും ബോഡി ഫിറ്റ്നസ് ആയിരിക്കും, 6 പാക്ക് ഒക്കെ അങ്ങനെയൊക്കെ ആ ഒരു ഫിറ്റായിട്ടിരിക്കും എല്ലാവരും. ഒരുപോലെ ആ ഹെയർ സ്റ്റൈലൊക്കെ ഒരു 3-4 ഹെയർ സ്റ്റൈലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതാണ് ഓരോ ട്രെൻഡിനനുസരിച്ച് മാറും, അവർ അതുപോലെ ഇരിക്കും. അപ്പോൾ ഫീമെയിൽസ് ആണെങ്കിൽ ചിലപ്പോൾ എല്ലാവരും മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്ത് ഫേസ് അങ്ങനെ മുഖം ഒക്കെ ഒരു അങ്ങനെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി. അത് മോശമാണെന്നല്ല, നമ്മൾ ചെയ്യുന്ന സിനിമകൾ മുഴുവനും റിയലിസ്റ്റിക് സിനിമകളാ. ഇതൊന്നും പറ്റില്ല. അതെ, മനസ്സിലായി, ശരിയാ. ഞാൻ വേറെ ഡൗട്ട് ചെയ്യട്ടെ. ഇപ്പം കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുള്ളത്, കാസ്റ്റിംഗ് കോൾ ഇടാത്ത കേസിൽ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക? കാസ്റ്റിംഗ് കോൾ ഇട്ട് നമ്മൾ കാസ്റ്റിംഗ് കോൾ തന്നെ മാക്സിമം എടുക്കും. എടുക്കുമ്പോഴും ഈ ഭൂരിപക്ഷം ആൾക്കാരും ഞാൻ പറയാം ഒരുപോലെ ഇരിക്കും. നമുക്ക് മനസ്സിലായി, ഇവരൊക്കെ മികച്ച ആക്ടേഴ്സ് ആയിരിക്കും, മികച്ച ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാരായിരിക്കും. ഇവരുടെ സ്വന്തം ആയിട്ടുള്ള അസ്തിത്വത്തെ ഇവർ നഷ്ടപ്പെടുത്തിയാണ് ഇവർ വേറൊരു മേക്ക് ഓവറിലേക്ക് മാറി നിൽക്കുന്നത്. സിനിമയ്ക്കൊക്കെ ഇതിനകത്ത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, മേക്കപ്പ് ചെയ്യാൻ, കോസ്റ്റ്യൂം ചെയ്യാൻ, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നിൽക്കുക ആസ് എൻ ആക്ടർ, ഒരു മനുഷ്യൻ എങ്ങനെയാണോ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ ഡൗൺ ടു എർത്തിൽ എങ്ങനെയാണോ അങ്ങനെ നിന്നാലായിരിക്കും സിനിമയിൽ കുറച്ചും കൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതായിരിക്കും. ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും എനിക്ക് തോന്നുന്നു ഇങ്ങനെ എല്ലാം റിയൽ. ഇപ്പം എല്ലാ സിനിമകളും അങ്ങനെ, കുറച്ച് സിനിമകളേ ഉള്ളൂ അതല്ലാത്ത സിനിമകൾ അല്ലേ, ഓവർ ദ ടോപ്പ് അതേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം ഇപ്പം തന്നെ റിയലിസ്റ്റിക്കാ. ശരിയാ. അതെ. അപ്പോൾ ഈ കാസ്റ്റിംഗ് കോളിൻ്റെ സമയത്ത് നമ്മളിപ്പം ഈ അയച്ചു തരുമല്ലോ, അപ്പോൾ അവർ ഫോട്ടോസ് അയച്ചു തരുമായിരിക്കും, അവർ അഭിനയിച്ചേക്കുന്ന 1 മിനിറ്റ് റീലുകളൊക്കെ അയച്ചു തരുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇവർ ഈ ആർട്ടിഫിഷ്യാലിറ്റിയിലാണോ പറഞ്ഞത്, അതോ അവർ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ രീതിയിൽ തന്നെ ആയിരിക്കും കൂടുതലും വരിക? അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിച്ച 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ കാസ്റ്റിംഗ് കോൾ ഇടുമ്പോൾ ആ കാസ്റ്റിംഗ് കോൾ ഇടുന്നത് ഒരു കമ്പനിയും വെറുതെ ഒരു കാസ്റ്റിംഗ് കോൾ ഇടുന്നത് ആയിരിക്കില്ല. ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കാസ്റ്റിംഗ് കോളാണ്. നമുക്ക് ഒരുപാട് ആൾക്കാരെ അല്ല ആവശ്യം, ആ സ്ക്രിപ്റ്റിനകത്തുള്ള കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇടുക. അപ്പോൾ ഇന്ന പ്രായം മുതൽ ഇന്ന പ്രായം വരെ ഒന്നുമില്ല. ഇപ്പോൾ ഒരു 25 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഏജ് ആണ്, ആധാർ കാർഡിലെ ഏജ് അല്ല, സ്ക്രീൻ ഏജ് ആണ്. ശരി. പ്രായമുള്ള ഇന്ന രൂപത്തിലുള്ള ഇതിൽ 10 വയസ്സായ കുട്ടിയും അയക്കും. മനസ്സിലായില്ലേ? ഈ കുട്ടിക്ക് വേണ്ടി അവർ പാരൻസോ ആരെങ്കിലും അയക്കും. ഇങ്ങനെ ഒരുപാട് വരും, എന്തെങ്കിലും ഉണ്ടാവും അയച്ചിട്ടേക്കാം. അപ്പം ഇതെല്ലാം നമുക്ക് കാണേണ്ടി വരികയാണ്. ഒന്ന്, പിന്നെ ഇവരിതിനകത്ത് അയക്കുന്ന ഫോട്ടോസ് മുഴുവനും ഞാൻ കണ്ടതിൽ ഒരു 75% ഫോട്ടോസും ഈ എഡിറ്റഡ് ഫോട്ടോസ് ആയിരിക്കും. ഫിൽറ്റർ ഇട്ട ഫോട്ടോഷോപ്പ് ചെയ്ത് നമുക്ക് ഇവരെ യഥാർത്ഥ രൂപത്തിൽ കണ്ടാൽ നമ്മൾ ഇവരെ വിളിച്ച് അഭിനയിപ്പിക്കും, കാസ്റ്റ് ചെയ്തു പോകും. ഈ ഒരു ഫോട്ടോ കൊണ്ട് മാത്രം ചിലപ്പോൾ റിജക്റ്റ് ആയി പോകും. കാരണം ഇവരെ യഥാർത്ഥ മുഖമായിരിക്കില്ല, ടോൺ ആയിരിക്കില്ല. അപ്പം അതൊരു തെറ്റിദ്ധാരണയാണ്, ഇങ്ങനെ ഇരിക്കണം എൻ്റെ രൂപം,
ഞാൻ ചിരിക്കുമ്പോൾ പല്ല് കാണാൻ പാടില്ല, എൻ്റെ നെറ്റി കുറേ ഉയർന്നതാണെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ തോന്നുന്നത് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ അയാളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേറെ ഒരു ടൂളും ഇല്ല, നമ്മളെ ശരീരവും മനസ്സും അല്ലാണ്ട് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും എടുത്ത് ഉപയോഗിക്കാനില്ല. ബേസിക്കലി നമുക്കുള്ള ശരീരത്തിന് നമ്മൾ അതുപോലെ 100% വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലേ. അപ്പം അതേപോലെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് കാണിക്കാനും പറ്റണം. പിന്നെ നമ്മൾ മറ്റേ ഫിൽറ്ററുടെയോ ഫോട്ടോഷോപ്പിലോ പോവുകയോ എഡിറ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട. അങ്ങനെ കുറേ പേര് പോകും, നമുക്കറിയില്ല ഇവർ. പിന്നീട് ഒരു അവസരത്തിൽ ഇവരെ പല സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോഴായിരിക്കും ചേട്ടാ ഞങ്ങൾ അന്ന് അയച്ചിരുന്നു, അപ്പം ഞങ്ങൾ നോക്കും ഇങ്ങനെ, അയ്യോ നിങ്ങൾ കൊള്ളാലോ, നിങ്ങളെന്താ അങ്ങനെ, ഞാൻ ചോദിക്കേണ്ടി വന്നിട്ട് ചോദിച്ചിട്ടുമുണ്ട് ഞാൻ. മനസ്സിലായില്ലേ? പിന്നെ ഇതിനകത്ത് ചിലപ്പം 2000 എണ്ണം 3000 എണ്ണമൊക്കെ വരും ഇങ്ങനെ. നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ഡേറ്റ് ഒക്കെ ഒരു ഏജ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ കൊടുത്തിട്ടുണ്ടാവും. ഇതിനകത്ത് എല്ലാ രീതിയിലുള്ള ഏജും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഞാനെല്ലാം നോക്കാറുണ്ട്. ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എന്ന് പറയും. ഒന്ന്, ഇതിനകത്ത് ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരല്ലാത്ത എല്ലാ ആൾക്കാർക്കും റിപ്ലൈ കൊടുക്കൽ എൻ്റെ ഉത്തരവാദിത്തമല്ല. മനസ്സിലായില്ലേ? അതങ്ങനെ ഒഴിഞ്ഞു മാറുകയല്ല. 3000 അപ്പം നമ്മൾ നോക്കിയിട്ട് ഇതിനകത്തുനിന്ന് നമ്മൾക്ക് നമ്മളെ സിനിമയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ ആരാ നോക്കിയിട്ട് അതിൽ നിന്ന് അവരുടെ നമ്മളൊരു 30 സെക്കൻഡ്സിൻ്റെ വീഡിയോ ഉണ്ടാവും, ആ വീഡിയോ കാണും. വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് നമുക്ക് കംഫർട്ടായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഓഡീഷൻസിന് വിളിക്കുന്നത്. ഈ ഓഡീഷൻസിന് വിളിക്കുന്ന എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കും. മനസ്സിലായില്ലേ? അത് പ്രോപ്പർ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഈ അടുത്തേ ഞാനൊരു ഓഡീഷൻ കൂടെ ഇതുപോലെ അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് അവർ സാധാരണ 1 മിനിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെയാണ് ചോദിക്കാറ്. അപ്പോൾ ഇതിനകത്ത് തന്ന ഒരു ഇതെന്ന് വെച്ചാൽ ക്യാമറ തൊട്ടടുത്ത് വെച്ചിട്ട് ക്ലോസ് ആയിട്ട് വെച്ചിട്ട് ലെഫ്റ്റിലേക്ക് നോക്കുക, റൈറ്റിലേക്ക് നോക്കുക, സെൻറ്റർ നോക്കി ചിരിക്കുക, ഇങ്ങനൊരു വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. അത് എനിക്ക് ആദ്യത്തെ അനുഭവം വരുന്നത്. ഞാൻ അയച്ചു കൊടുത്ത് എനിക്ക് റിപ്ലൈ തന്നവർ. അങ്ങനെ എപ്പോഴും റിപ്ലൈ കിട്ടാറില്ല, പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആദ്യമായിട്ടാണ്. അല്ല അതൊക്കെ എന്തിനാന്ന് എനിക്കും അറിയില്ല, കാരണം അതിനാവശ്യം ഉണ്ടാവുമായിരിക്കും. ഓരോരുത്തരുടെ രീതികളല്ലേ, ഇന്ന രീതി എന്ന് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് കാസ്റ്റിംഗ് കോൾ ജെന്യൂൻ ആവണം. കാസ്റ്റിംഗ് കോളാണ് ജെന്യൂൻ ആവേണ്ടത്. അപ്പം ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്കും എന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വിളിച്ചു, നിങ്ങൾ കാസ്റ്റിംഗ് കോൾ എന്നെ പ്രിഫർ ചെയ്യണം, നിങ്ങൾ എന്നെ തയ്ക്കണം, അതിൽ നിന്നാണ് ആൾക്കാർ എടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ആലോചിച്ചത് ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ അഭിനയമോഹം കൊണ്ട് നടക്കുന്നത്. അപ്പം ഇവർക്ക് അതിനകത്ത് അയക്കട്ടെ, അവർക്ക് നമ്മൾ ആ സിനിമയിൽ ഡിമാൻഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അത് കിട്ടണം, അവർക്ക് തന്നെ കിട്ടണം. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യത്തെ സിനിമ മുതൽ ഇങ്ങോട്ടുള്ള കാസ്റ്റിംഗ് കോൾ ഇട്ട ഇപ്പോൾ തൊട്ടപ്പൻ മുതൽ ഇങ്ങോട്ട് ഞാൻ കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ട്. അവരൊക്കെ ഓഡീഷന്, തൊട്ടപ്പല്ല നായിക പ്രിയംവദ കാസ്റ്റിംഗ് കോൾ ഇട്ട, എനിക്ക് തോന്നുന്നു അവളുടെ ഫസ്റ്റ് ഓഡീഷനാ ലൈഫിലെ. ഓഡീഷൻ വന്നു, അവൾ വന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിൻ്റെ ഒരു വായനശാലയുണ്ട്. ഞാനൊക്കെ നാടകം റിഹേഴ്സൽ ചെയ്യുന്നൊരു വായനശാലയുണ്ട്. ആ വായനശാലയാണ് ഞാൻ ഓഡിഷൻ നടത്തി. അവിടെ വന്ന് അതിനെടുത്തു, അതിനകത്തുള്ള കുറേ ആൾക്കാർ ഓഡീഷൻസ് എടുത്തു. എല്ലാം ഇപ്പോൾ ലാസ്റ്റ് റിലീസായ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ വരെ ഞാൻ പറഞ്ഞില്ലേ, നായിക അടക്കമുള്ള ആൾക്കാർ നമ്മൾ ഓഡീഷൻസ് എടുക്കുന്നത്, കാസ്റ്റിംഗ് കോളിൽ നിന്ന് എടുക്കുന്നത്. അതിൽ കുഞ്ഞു ക്യാരക്ടറിനും കാസ്റ്റിംഗ് കോളിൽ നിന്ന് എടുക്കുന്നത്. ചിലത് കാസ്റ്റിംഗ് കോൾ ഇതുപോലെ ഞാൻ പറഞ്ഞു 40 വയസ്സിന് മുകളിൽ ചില ആൾക്കാരെ നമുക്ക് കിട്ടില്ല. അവരെ റോട്ടിലിറങ്ങി തെണ്ടേണ്ടി വരും, ചായക്കടയിൽ പോകേണ്ടി വരും. ഞാൻ പോവും. ഞാൻ കാണുന്ന എൻ്റെ ഒരു ബേസിക്കലി ഗുണം, ഞാൻ നാടകം കളിച്ച് ശീലിച്ചതുകൊണ്ട് കേരളത്തിൻ്റെ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ഒരുപാട് നാടകക്കാരെ എനിക്കറിയാം. സിംപിളി എനിക്ക് പോയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. എനിക്കിപ്പോൾ കാസർഗോഡ് പോയിട്ട് ഒരു ഓഡീഷൻ നടത്താൻ പുല്ലുപോലെ നടത്താൻ പറ്റും. ഞാൻ നടത്തി, കഴിഞ്ഞ ആഴ്ച നടത്തി, പാലക്കാട് നടത്തി, തിരുവനന്തപുരത്ത് നടത്തി. പക്ഷേ നാടകത്തിൻ്റെ എൻ്റെ സൗഹൃദത്തിലുള്ള ബന്ധങ്ങളാണ്. അതിന് ഈ സൗഹൃദത്തിലുള്ള ആൾക്കാരെ ഒന്നും ഞാൻ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടില്ല. സിനിമയ്ക്ക് ഡിമാൻഡഡ് ആയിട്ട് ഉള്ള ആൾക്കാരല്ലേ സിനിമയ്ക്ക് വേണ്ടേ, അവരുടെ സുഹൃത്തുക്കളെ വെച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ. ക്യാരക്ടറിനെ ഒക്കെയാണ് അഭിനയിപ്പിക്കാം, അത്രേ ഉള്ളൂ. അത് അവർക്കും അറിയാം. അപ്പം അത് നമ്മൾ അങ്ങനെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ എപ്പോഴും. അപ്പം എല്ലാവർക്കും സാധ്യതയുണ്ട്, പക്ഷേ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എളുപ്പമാണ്, നിലനിൽപ്പാണ് പ്രശ്നം. അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഇപ്പോൾ ഒരുപാട് പേര് വരുന്നത്, ചേട്ടാ ഞങ്ങൾ ഈ സിനിമയിൽ ഇന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, മറ്റേ വേറെ സിനിമയിൽ ഇന്ന, അവർ മേജർ ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്ത് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല.
അപ്പം അതൊരു വലിയ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ കിട്ടുമെന്ന് നല്ല ക്യാരക്ടറാണെങ്കിൽ പോലും അടുത്ത സിനിമ കിട്ടുമെന്ന് നോ ഗ്യാരണ്ടിയാണ്. സിനിമയ്ക്കകത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം മലയാള സിനിമയ്ക്കകത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി ക്യാരക്ടർ ഓറിയൻറ്റഡ് കാസ്റ്റിംഗ് ആണ്. കഥാപാത്രത്തിന് അനുയോജ്യമായ ആൾക്കാരെ തിരഞ്ഞ് പിടിച്ച് കണ്ടെത്തി അവരെ അഭിനയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഒരു ഘട്ടം വരെ ആക്ടേഴ്സ് ഓറിയൻറ്റഡ് കാസ്റ്റിംഗ് ആയിരുന്നു നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറി, റീടേക്കുകൾക്ക് പഞ്ഞമില്ലാണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു ദോഷമുണ്ട് അതിനകത്ത്. നമ്മൾ ഈ കാണുന്ന സിനിമകളൊന്നും നിങ്ങൾ എത്ര തവണ കാണും ഒരു സിനിമ? ഇപ്പം ഇങ്ങോട്ട് നിങ്ങളൊരു 10 വർഷത്തിന് ശേഷം ഇറങ്ങിയ സിനിമകളിൽ ഒരു സിനിമ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എത്ര തവണ കാണും? സിനിമ കംപ്ലീറ്റ്ലി കാണില്ല, ഏതെങ്കിലും സീൻസ് മാത്രമേ. എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് കാണും നിങ്ങൾ ഒരു സിനിമ? ഒരു മാക്സിമം ഒരു 3 തവണയൊക്കെ. 10 വർഷത്തിന് ഇപ്പുറത്തേക്കുള്ള സിനിമ നിങ്ങൾ പഴയ സിനിമ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ടോ? ഉണ്ട്. എന്താ കാരണം? കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, രസമുണ്ട്. എന്താ അതിന് പിന്നെ കാരണം? എക്സ്പ്രഷൻസ് ആൾക്കാരെ കാണുമ്പോൾ അഭിനയിക്കുന്ന കാണുമ്പോൾ രസമുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റാണ് നിങ്ങൾ. കിലുക്കം, നിങ്ങൾ അതെ, ചിത്രം, ഞാൻ എപ്പോഴും കാണുന്ന സിനിമയാണ് പെരുവണ്ണാവരത്തെ വിശേഷങ്ങൾ. അത് ഇന്ന് കാണുമ്പോഴും ആ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിന്റെ ഗുണം. അതൊരു ഗുണം തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ആൾക്കാർ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം പുതുതായിട്ട് ആക്ടിങ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇങ്ങനെ നായകനോ നായികയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് വരുന്ന ആൾക്കാരുടെ ഒരു രസം, അവർ കൊടുക്കുന്നൊരു രസം, അതിൻ്റെ അളവ് പരിമിതമാണ്. അത് നമുക്ക് ആദ്യത്തെ സിനിമയിൽ, ആദ്യത്തെ ഷോയിൽ അത് ഓക്കെ ആയിരിക്കും. രണ്ടാമതും ചിലപ്പോൾ അത് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കില്ല. സിനിമകളുണ്ടാവാം, ഭൂരിപക്ഷം സിനിമകളും ഇല്ലാത്തത് കൊണ്ടാണ് റിപ്പീറ്റഡ് ഷോസ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പൊ ക്ലിപ്പിങ്സ് മാത്രമാണ് കാണുന്നത്. ഈ ക്ലിപ്പിങ് കാണുമ്പോഴും അത് സബ്ജക്റ്റീവാ. ജഗതി ചേട്ടന്റെ ക്ലിപ്പിംഗ് കാണുന്ന പോലെ നമ്മൾ എത്ര ആർട്ടിസ്റ്റിന്റെ ക്ലിപ്പിംഗ് ഇപ്പോൾ ഉള്ളത് കാണും? ശരിയാ, ഇല്ല. ജഗതി ചേട്ടന്റെ ഒരു ക്ലിപ്പ് റിപ്പീറ്റ് എത്ര വേണമെങ്കിലും കാണാം. അതാണ് ഈ ഫ്രഷ്നെസ്. നമുക്കറിയാം ഇതാ സംഭവിക്കാൻ പോണേന്ന്. അത് എക്സ്പീരിയൻസിന്റെ പ്രശ്നം. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഒരു കുത്തൊഴുക്കാ. എത്ര കാലം ഇങ്ങനെ ഉണ്ടാവുന്നല്ല, പക്ഷെ ഒരു നല്ല രീതിയും കൂടാ ഇത്. ഒരുപാട് പേർക്ക് സിനിമയിലേക്കുള്ള സാധ്യത തുറന്നിടുന്നതാണ് കഴിവുള്ളവർക്ക്. ഒരുപാട് പേര് നിലനിൽക്കും, ഒരുപാട് പേര് പല വഴിക്ക് പിരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം അതൊന്നും കണ്ടിട്ട് ഇതാണ് മുഖ്യം. ആക്ടേഴ്സ് എന്നുള്ള രീതി പ്രൊഫഷണലി ആക്ടറായിട്ട് നിലനിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. നിലനിൽക്കാൻ സിനിമയിൽ അഭിനയിക്കാൻ ഒക്കെയാണ്, നിലനിൽക്കാൻ ബുദ്ധിമുട്ടാ. കാരണം ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ കഥാപാത്രങ്ങളെ തേടിയാണ് പുതിയ സിനിമ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പുതിയ മുഖം വേണം, പുതിയ നായിക വേണം, പുതിയ നായകൻ വേണം, അല്ലെങ്കിൽ പുതിയ കഥാപാത്രത്തിന് രൂപം കൊടുക്കാൻ പറ്റിയ പുതിയ നടൻ വേണം, നടി വേണം. ഇതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ സിനിമയിലുണ്ട്, അവർ വേണ്ട എന്ന് പറയുന്നത്. പുതിയ ആളുകളിലൂടെ എത്ര പെട്ടെന്ന് ഒരാളെ ഇംപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ള, വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ് അല്ലേ? ഒരു പുതിയ ആളെ കൊണ്ടു നിർത്തിയാൽ ഇവൻ കള്ളനാണെന്ന് വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. നമ്മൾ കണ്ട മുഖങ്ങളിൽ നിന്ന് ഒരാളെ കള്ളനാക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു കാരണവശാലും കാണാത്ത ഒരാളെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെപ്ത് കൂടുതലായിരിക്കും, റിപ്പീറ്റഡ് വാല്യൂ കുറവായിരിക്കും അല്ലേ? അതാണ് നമ്മൾ ആ സിനിമകളൊന്നും രണ്ടാമത് കാണാത്തത്, നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാത്തത്. അതും ഇനിയിപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇപ്പോൾ അവർ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ തമ്മിൽ ആ പണ്ടത്തെ കോർ ഗ്രൂപ്പ് അവർ തമ്മിൽ ഒരു ബന്ധം കൂടുതലുള്ളതുകൊണ്ട് ഈ ഗിവ് ആൻഡ് ടേക്ക് കൂടുതൽ വരുന്നതുകൊണ്ടും ചിലപ്പം നമുക്ക് ആ സീൻ എൻഹാൻസ് ആയി ആക്ടിങ് കാണുമ്പോൾ നമുക്ക് ഇരിക്കാൻ തോന്നില്ല. ഇപ്പം ഞാൻ ഈ ജഗതിച്ചേട്ടൻ്റെ കേസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, അവരിനി ഏത് ആൾക്കാരുടെ കൂടെ അഭിനയിച്ചാലും അവരവർ തന്നെയാണ്. നിങ്ങൾ ഈ ലാസ്റ്റ് ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ സിദ്ദിഖേട്ടൻ, ശരിയാ, ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ട്, ഞാൻ പുള്ളി എന്തായി കാണിക്കണേ? എനിക്ക് ഞാൻ പുള്ളിയെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയെ അടുത്ത് ഭയങ്കര ആക്ടിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ അടുത്ത് വിജയരാഘവൻ ചേട്ടൻ്റെ അടുത്തൊക്കെ അങ്ങനെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ പാഠപുസ്തകങ്ങൾ ഇവരൊക്കെയാണ്. ഒരു 5 മിനിറ്റ് കിട്ടിയ ഞാൻ അവരെ കൊടുത്ത് അഭിനയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളി ആ സോങ്ങിലൊക്കെ ചിഞ്ചു ഇങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി സ്കോഷ് കുടിക്കുന്ന ക്ലാസ് ഇങ്ങനെ ഹൗ എന്ന് പറയുന്നുണ്ട്. ആ പാട്ട് അയ്യോ ഇത് കൊള്ളാലോ. അത് ഡയറക്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല, അതിനേക്കാളും ചെറുതാ, മൈക്രോ ആക്ടിങ് ആണത്.
ചെറിയ വിത്തിൻ സെക്കൻഡിൽ വന്നൊരു സാധനമാണ്. ഇത് ഒരു പുതിയ നടന് പറഞ്ഞു കൊടുക്കാനോ അയാൾക്ക് ചെയ്തെടുക്കാനോ എളുപ്പമല്ല. ശരിയാട്ടോ, ഇത് വിത്ത് എക്സ്പീരിയൻസ് വരുന്ന ഇതാ. ഇല്ല നമ്മുടെ ഇതൊക്കെ റിയാക്ഷനാ. ആ ഷോട്ട് ആ നായിക അവിടെ ചെയ്ത ആക്ഷന്റെ റിയാക്ഷനാ. ഈ റിയാക്ഷനാണ് ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ. അതെ അതെ. നിങ്ങൾ ആ പാട്ട് ഭയങ്കര ഹിറ്റായ പാട്ട്. ആ പാട്ടിൽ ദിലീപേട്ടനും സിദ്ദീഖ് ഇങ്ങനെ നിൽക്കുന്നു, ആ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഒരു സാധനമുണ്ട് പുള്ളിയുടെ. അതിനെ ചിരി കിട്ടുള്ളൂ. ആ കുട്ടി ഇരുന്നതിന്റെ കയ്യടി ഇവിടെ പോയി. അതെ, ആ ആക്ഷന്റെ കയ്യടി ഇവിടെ കിട്ടണേ ഈ റിയാക്ഷനിലാണ്. അതുപോലെ സിദ്ദിഖയുടെ അല്ലേ, ഒരു 3-4 വർഷം മുമ്പ് ഞാനൊരു ഷൂട്ട് കാണാനായിട്ട് തൃശ്ശൂർ ചെന്നിരിക്കുക. അപ്പോൾ 2 ദിവസത്തെ ഡേറ്റ് സിദ്ദിഖ പടത്തിലുള്ളൂ. അപ്പോൾ ഞാൻ സിദ്ദിഖ വന്നിട്ടുണ്ട്, സീനിയർ ആർട്ടിസ്റ്റ് സിദ്ദിഖ മാത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടു, അങ്ങനെ സംസാരിച്ച് ഭയങ്കര ഫണ്ണൊക്കെ ആയിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഷോട്ട് റെഡി എന്നും പറഞ്ഞ് ഒരു ഹോസ്പിറ്റൽ, അത് സ്വന്തം ഭാര്യ മരിക്കുന്നൊരു പരിപാടിയാണ് എടുക്കുന്നത്. ഭയങ്കര കളിയും ചിരിയും കഴിഞ്ഞ് ആ ICU സെറ്റിൻ്റെ റൂമിലേക്ക് കയറി പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെയാ കണ്ണീന്നൊക്കെ വെള്ളം വന്ന് വേറൊരാൾ. ഞാൻ ശരിക്കും നോക്കി പോയി. നമ്മൾ ഒരു സാധനം ഇപ്പം ഞാൻ പലയിടത്തും പല നമുക്ക് ആ ക്യാരക്ടർ ആവണം, കുറച്ച് സമയം എടുക്കും. ഇത് ഒരു ഡോർ അങ്ങ് മാറി ഈ ക്യാരക്ടറായി കണ്ണീന്നൊക്കെ വെള്ളം വന്ന്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സെൻറ്റി സാധനം ചെയ്യുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്നൊരു പരിപാടിയൊക്കെ വരും. ഞാനൊന്ന് ശരിക്കും ഭയങ്കര അത്ഭുതത്തോടെ കണ്ടൊരു ആർട്ടിസ്റ്റ് അത്. അല്ല, ഇതൊന്നും പുതിയ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറ്റില്ല എന്നല്ല പറഞ്ഞേ. എക്സ്പീരിയൻസ് എപ്പോഴും മാറി നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതെ. പക്ഷെ ഇപ്പം പുതിയ ആൾക്കാർ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്. കയറി വരുന്നവരുടെ ഒരു പ്രശ്നം നിലനിൽപ്പാണ്. അപ്പം നമ്മളെ സമീപിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എപ്പോഴും ചോദിക്കുന്ന കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഇത് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഇല്ല ഏട്ടാ ഒരു സിനിമ കിട്ടിയാൽ നമുക്ക് ഓക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഓക്കെ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു സിനിമ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താൽ നിങ്ങൾ കാണുന്ന എൻ്റെ ആദ്യ സിനിമ മുതൽ ഈ സിനിമ വരെയുള്ള സിനിമകളിൽ ഞാനൊരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് വരുമ്പം റിപ്പീറ്റഡ് കാസ്റ്റിംഗ് ഭയങ്കര കുറവാ. ഒരാളൊക്കെ ഉണ്ടാവണേ, 2 പേര്. അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാർ, അല്ല അങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെയാണ് ഇതിനകത്തുള്ളൂ. പുതിയ ആൾക്കാർ ഇപ്പം ഞാൻ ചെയ്യുന്ന